പ്രോഗ്രാംസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു ചെയ്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടുവല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ യമണ്ടൻ ഗ്രൂപ്പിന്റെ മറ്റൊരു ദിവസം എങ്ങനെ നമുക്ക് നോക്കാം. അവരെല്ലാവരും ആനുവൽ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയിലാണ്. എന്തൊക്കെ ആച്ചാലും നമുക്ക് കണ്ടുനോക്കാം അല്ലേ? നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് അതെ എനിക്കിന്ന് വേണ്ടെന്ന് ചെയ്യേണ്ടത് നിർത്താം. ലാലെ വിളിച്ചോണ്ടിരിക്കണം. പിന്നെ അനുരാഗ് എന്തൊക്കെ അയച്ചോളൂ. ഫുൾ കോമഡി ഒക്കെ ഇപ്പോൾ കണ്ടോണ്ടിരിക്കും. എനിക്ക് കാണാൻ നമുക്ക് നാളെ ചെയ്യാം. തിരക്കിലാണോ? എന്താ രാവിലെ തന്നെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു. എന്റെ യോഗ നീ കൊളാക്കി. അയ്യോ സോറി അടി. അതെ ഞാനേ അനുവിനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു അവള് അനുവിലേക്ക് ഡാൻസ് ചെയ്തിട്ട് നിനക്ക് അയച്ചു തന്നിരുന്നു. നീ അത് കണ്ടോ? ആണോ? ആ അനുരാഗ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയില്ല, ഞാൻ യോഗയിലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ എല്ലാവരും അതിന്റെ ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. മെസ്സേജസ് വന്നോണ്ടേ ഇരിക്കായിരുന്നല്ലോ. പിന്നെ കണ്ടു എനിക്ക് നയിച്ചാടി. ആണോ? ആ ഞാൻ നോക്കിയിട്ടൊന്നും അയക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കുക. കാരണം ഞാൻ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെക്കനാണെങ്കിൽ അപ്പൊ തന്നെ അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് നിനക്ക് അയച്ചാൽ ഓക്കെ? ആ ശരി. മറക്കല്ലേ, എനിക്ക് അയക്കാൻ മറക്കരുത് കേട്ടോ. നിന്റെ ഡാൻസിന്റെ പ്രാക്ടീസ് എന്തായി? കുഴപ്പമില്ലല്ലോ, നമുക്ക് കലക്കണം, നന്നായി അടിച്ചു പൊളിക്കണം. എന്തായാലും എവിടെ വരെ എത്തി? പണിക്കിടയുടെ പ്രാക്ടീസ് ഒക്കെ നോക്കണ്ട. പക്ഷെ സ്റ്റെപ്പ് ഒന്നും ശരിയാവില്ല. പിന്നെ എന്ത് പകുതി പോർഷൻ റെഡി ആവും കേട്ടോ. ആണോ? എന്നാ ശരി, വേഗം വീഡിയോസ് അയക്കട്ടോ. ആ ശരി എന്നാ പിന്നെ വെക്കട്ടെ. അപ്പൊ ശരി എന്നാ ബൈ. പണിയോളം നോക്കട്ടെ. ശരി. എന്ത് കഷ്ടപ്പെടുന്നു ഈശ്വര, ചിരിപ്പിച്ചു കൊല്ലും. അതെ മക്കളെ, ഞാനേ പിന്നെ വരാട്ടോ. ഞാനേ കറിക്കൊന്നും അരിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നിപ്പോ ഞാൻ ഒന്നും അരിഞ്ഞില്ലെങ്കിൽ എന്റെ ഇവിടെ ഭർത്താവ് കുട്ടികൾ പട്ടിയായിരിക്കുന്നത്. ഞാൻ വേഗം അരിഞ്ഞിട്ടേ നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അവർക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ അനുരാഗ് എനിക്കൊരു ഡാൻസ് അയച്ചിട്ടില്ലേ, അതും കൂടി എനിക്കൊന്ന് കാണണം. ഇത് കണ്ടിട്ടേ എന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് ഓക്കെ ആണോന്ന് എനിക്ക് പറയണം. എന്റെ ഈശ്വര, അവളൊക്കെ കുറച്ച് ബിസി ആണെന്ന് ആനുവൽ ഡേ ഓൺലിക്കും. അപ്പൊ അവൾ എനിക്ക് അയച്ചു തന്നതാ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോയിട്ട് അത് കാണണം, കരിക്കറിയണം. ഇനി ഈശ്വര, ഈ നിശയുടെ ഒക്കെ കാര്യം നിങ്ങളിന്നെ രാവിലെ മുതൽ നിങ്ങളെല്ലാവരും ആക്റ്റീവല്ലേ. നിശയൊക്കെ ആണെങ്കിൽ എന്നെ ചിരിപ്പിച്ച് കൊല്ലുക. ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോട്ടെ. എന്നാ ശരി കേട്ടോ, ഞാൻ പോവാ. അമ്മ എനിക്ക് വിശക്കണു. ആ ടേബിള് പോലത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. താനീ പോയി കഴിച്ചു. ആടി എവിടെയാ നീ? ടൂ മച്ച് ബിസി ആണോ? ഞാൻ അയച്ച ഡാൻസ് വീഡിയോ കണ്ടിരുന്നോ? ഇല്ലടി പോണ, ഞാൻ രാവിലെ മുതൽ തിരക്കിലായിരുന്നേ. ഇപ്പൊ ഒന്ന് കാണട്ടെ, ഇപ്പൊ നോക്കട്ടെ. ശരി കാണട്ടെ.
കളിച്ചിട്ടുണ്ടാ കണ്ടിരുന്നോ? ഓ ഒന്ന് പോടി, സൂപ്പറായി കളിച്ചിട്ടുണ്ട്, അടിപൊളി. നീ അപ്പഴ ഈ ഡാൻസ് ഒക്കെ പഠിച്ചത്? പിന്നെ മോനെ കൂടെ കളിക്കുന്നത് അവര് സൂപ്പറായി കളിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് അസൂയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നീ ഇപ്പൊ 4-5 ദിവസത്തിന്റെ ഗ്രൂപ്പിൽ വരില്ല? പിന്നെടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്കൊരു കുക്കിംഗ് ഷോന്റെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ 45 days ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ, വോയിസ് മെസ്സേജ്. നിന്റെ പ്രോഗ്രാം ഒക്കെ നന്നായി പോട്ടെ കേട്ടോ. സമയം കിട്ടുമ്പോ വോയിസ് ഇട്ടിട്ടോ. ബൈ, ഓൾ ദി ബെസ്റ്റ്. എന്നാ ശരി, ബൈ, താങ്ക് യു.